Meet the editors. പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കലാപാഹ്വാനത്തിന് സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ്. പ്രവർത്തകരെ വിട്ടു നൽകിയില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ കത്തിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞതായി എഫ്ഐആറിൽ പറയുന്നു. മരട് കുണ്ടന്നൂരിൽ വെച്ച് കരിങ്കുടി കാണിച്ച പ്രവർത്തകരെ CPM-കാർ മർദ്ദിച്ചെന്ന പരാതിയുമായി യൂത്ത് കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തി. റിപ്പോർട്ട്. തൃക്കാക്കര മണ്ഡലത്തിലെ നവകേരള സദസ്സിൽ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയതിലാണ് കോൺഗ്രസ് ജനപ്രതിനിധികൾ അടക്കമുള്ള നേതാക്കൾ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധിച്ചത്. ഇന്ന് പുലർച്ചെ വരെ 6 മണിക്കൂർ നേരം പോലീസ് സ്റ്റേഷന് മുമ്പിൽ പ്രതിഷേധം തീർത്തിരുന്നു. ഈ പ്രതിഷേധത്തിനെതിരെയാണ് പാലാരിവട്ടം പോലീസ് സ്വമേധയാ കേസെടുത്തത്. നേതാക്കൾ കലാപാഹ്വാനം നടത്തിയെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വിട്ടു നൽകിയില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ കത്തിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞതായും എഫ്ഐആറിൽ പറയുന്നു. പൊതുജനത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം ഹനിച്ചെന്നും സാധാരണക്കാർക്ക് മാർഗതടസ്സമുണ്ടാക്കിയെന്നും എഫ്ഐആറിലുണ്ട്. DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് 1-ാം പ്രതിയും MP ഹൈബി ഈഡൻ 2-ാം പ്രതിയും MLA-മാരായ TJ വിനോദ്, ഉമാ തോമസ്, അൻവർ സാദത്ത്, KPCC ഭാരവാഹികളായ ദീപ്തി മേരി വർഗീസ്, അബ്ദുൾ മുത്തലിബ് എന്നിവരെയും പ്രതി ചേർത്തിട്ടുണ്ട്. കൂടാതെ കണ്ടാലറിയാവുന്ന 75 പ്രവർത്തകർക്കെതിരെയും കേസെടുത്തു. കേസിനെ നിയമപരമായി നേരിടുമെന്ന് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. അതിനിടെ നവകേരള സദസ്സിനെത്തിയ മുഖ്യമന്ത്രിയെ മരട് കുണ്ടന്നൂരിൽ വെച്ച് കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ CPM പ്രവർത്തകർ മർദ്ദിച്ചെന്ന പരാതിയുമായി നേതാക്കൾ രംഗത്തെത്തി. യൂത്ത് കോൺഗ്രസ് തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലം പ്രസിഡന്റ് പ്രവീൺ പറയന്താരത്തിനാണ് മർദ്ദനമേറ്റത്. ഇവരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. റിപ്പോർട്ടർ, കൊച്ചി. ചോദ്യം ഇതാണ്: പ്രതിഷേധം കലാപാഹ്വാനമോ? നമുക്കിനി ചുരുങ്ങിയ സമയങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു 9 മിനിറ്റ് കിട്ടും. നമുക്ക് 2 മിനിറ്റ് വെച്ച് നമുക്കിത് പറഞ്ഞ് അവസാനിപ്പിക്കാം. സുജയ, കലാപാഹ്വാനമോ? പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെ ഒരു പ്രതിഷേധമായിട്ടാണ് ഞാൻ ആ ദൃശ്യങ്ങളിൽ നിന്ന് അക്കാര്യത്തെ മനസ്സിലാക്കുന്നത്. അതിൽ കലാപാഹ്വാനത്തിന് സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ്. ഹൈബി ഈഡൻ MP ഉണ്ട്, അൻവർ സാദത്ത് MLA, ഉമാ തോമസ് MLA, TJ വിനോദ് MLA. അതിൽ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആണ് കേസിലെ 1-ാം പ്രതി. സ്റ്റേഷൻ കത്തിക്കുമെന്ന് മുഹമ്മദ് ഷിയാസ് ഭീഷണിപ്പെടുത്തിയെന്നാണ് അതിൽ വകുപ്പായി പറഞ്ഞിരിക്കുന്നത്. കണ്ടാലറിയാവുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമുണ്ട് കേട്ടോ പ്രതികളായി കൂടെ. നമ്മൾ കണ്ടതാണ് പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് മുന്നിൽ ഒരു രാത്രി മുഴുവൻ നീണ്ട ആ രംഗങ്ങളെ എനിക്കതൊരു ഹൈ ഡ്രാമയായിട്ടാണ് തോന്നിയത്. കാരണം ഈ നവകേരള സദസ്സിന്റെ വിജയം അത് കോൺഗ്രസിന് അത്രയ്ക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. സ്വാഭാവികമാണത്. നവകേരള സദസ്സിന്റെ വിജയം, നവകേരള സദസ്സിന്റെ സംഘാടന വിജയം, അതൊരു വിജയമാണല്ലോ. സംഘാടന വിജയം, അതിന്റെ കണ്ടന്റിനെ കുറിച്ചും അതിൽ ചർച്ചയാകാതെ പോയ അല്ല വിടണ്ട. അല്ല, നടത്തിപ്പിൽ സംഘാടനത്തിൽ CPIM തന്നെയാണ് കോൺഗ്രസിനേക്കാൾ മുന്നിലെന്ന് ആർക്കാണ് അറിയാത്തത്? മറ്റു പാർട്ടികൾ കൂടി ഭരിക്കുന്ന സമയമാകുമ്പോൾ മാറുമായിരിക്കും. ഓക്കെ, അപ്പോൾ നിലവിൽ അറ്റ് പ്രസന്റ് എന്തായാലും കോൺഗ്രസ് വേഴ്സസ് CPIM എന്ന രീതിയിലാണല്ലോ ഈ നടത്തിപ്പിനെ കുറിച്ചും സംഘാടനം. കാരണം വിചാരണ സദസ്സ് അവർ സംഘടിപ്പിക്കുന്നു, ഇവിടെ നവകേരള സദസ്സ് സംഘടിപ്പിക്കുന്നു. അതിൽ സംഘാടനം വിജയിച്ചിരിക്കുന്നത് CPIM-ന്റെ തന്നെയാണ്. കൃത്യമായ ആളുകളെ എത്തിക്കാൻ CPIM-ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സംഘാടന വിജയം എറണാകുളം ജില്ലയിൽ, കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചോളം UDF-നെ സംബന്ധിച്ചോളം ഇവിടെ അത് വിജയിക്കുമ്പോൾ അതിൽ കുറച്ച് കൂടുതൽ പ്രശ്നമാണ്. അത് അവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നും വരില്ല. അപ്പോൾ എറണാകുളത്തും സംഭവം സക്സസ് ആകുമെന്ന് കണ്ടപ്പോൾ ഒരു നല്ല ഡ്രാമയിലേക്ക് പോയതുപോലെയാണ് ഇന്നലെ ആ പാലാരിവട്ട സ്റ്റേഷന് മുന്നിലെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തോന്നിയത്. കാരണം ഇതിനോടൊപ്പം തന്നെ ഇവർ ഉപരോധത്തിന് പറഞ്ഞ കാരണം നവകേരള സദസ്സിനെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയവർക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തിയതിലുള്ള പ്രതിഷേധം. അതാണ് കോൺഗ്രസ് വിശദീകരിച്ചിരിക്കുന്നത്. അതിൽ സതീശൻ പറഞ്ഞ, VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു കാര്യം പ്രസക്തമാണ്. അതിൽ അദ്ദേഹം പറയുന്നത് CPIM-ന്റെ ഒരു ഏരിയ സെക്രട്ടറി സ്റ്റേഷനിലേക്ക് വന്നപ്പോഴാണ് ഈ കേസിലെ വകുപ്പ് മാറ്റി ജാമ്യമില്ലാത്ത കേസാക്കി മാറ്റിയത്. അങ്ങനെ ഒരു ഇടപെടൽ CPIM-ന്റെ ഏരിയ സെക്രട്ടറി നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അത് തീർച്ചയായും ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്ന് തന്നെയായിരുന്നു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘം എന്നുള്ളതൊക്കെ ആവർത്തിച്ച് കേൾക്കുന്നതാണ്. അങ്ങനെ ഒരു ഉപജാപക സംഘമുണ്ടോ എന്നൊക്കെ മുഖ്യമന്ത്രിയാണ് പറയേണ്ടത്. അങ്ങനെ ഒരു ഉപജാപക സംഘം ഉണ്ടെങ്കിൽ, അതിനാരെങ്കിലും നേതൃത്വം നൽകുന്നുണ്ടെങ്കിൽ, അവരിങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കേസെടുക്കുന്നതിലൊക്കെ ഇടപെടുന്നതൊന്ന് അവസാനിപ്പിച്ചാൽ അത് മുഖ്യമന്ത്രിക്ക് ചീത്തപ്പേരുണ്ടാക്കുന്നത് കുറയ്ക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു ഹൈ ഡ്രാമ എന്നതാണ് എൻ്റെ ഒരു ഫസ്റ്റ് ഫീൽ. ഓക്കെ, MV നികേഷ് കുമാർ. ഈ കലാപാഹ്വാനം ഇപ്പോൾ ഒരു സ്ഥിരം വകുപ്പായി മാറിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ കുറേ ദിവസങ്ങളായി കലാപാഹ്വാനം എന്ന വിഷയത്തിൽ ഇങ്ങനെ കുറേ ചർച്ച നടത്തുന്നത്. ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഒന്നും വായിക്കുന്നില്ല. മാത്രമല്ല, കോടതിയിലെത്തിയാൽ ഇപ്പോൾ ബെയിൽ കിട്ടുന്നുണ്ട്. പൊതുമുതൽ നശിപ്പിക്കുന്നു എന്നുള്ള വിഷയം ഒഴിച്ചുള്ള PDDP ഒഴിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ ജാമ്യം ലഭിക്കുന്നുണ്ട്.
നോക്കൂ, ഇതിനകത്ത് നേരത്തെ സുജിയ പറഞ്ഞതിനോട് ഞാൻ ഒരു പരിധി വരെ യോജിക്കുന്നു. കാരണം ഇതൊരു ഡ്രാമ മാത്രമായിരുന്നു എന്നാണ്. അതിനപ്പുറത്തേക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല. പ്രവർത്തകർക്ക് ജാമ്യം ലഭിക്കാത്ത കുറ്റങ്ങൾ ചാർത്തി റിമാൻഡ് ചെയ്യാനുള്ള ഒരു ശ്രമം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധമുണ്ട്. അത് മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ. പിന്നെ ആ സമയത്ത് കുറേ MLA-മാരെ വിളിച്ചു വരുത്തി, ഹൈബിയെ വിളിച്ചു വരുത്തി എന്നൊക്കെ പറയുന്നത് മാത്രമാണ് അതിനകത്തുള്ള ഒരു മാറ്റം. അതുകൊണ്ടാണ് രാത്രി വരെ നമ്മൾ പോലും, മാധ്യമങ്ങൾ പോലും അത് 2:30 വരെ ഫോളോ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ശരി, ആയിക്കോട്ടെ. ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ലൊട്ടിലൊടുക്ക് സമരങ്ങൾ മതിയോ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം? അല്ല, ഞാൻ ഒട്ടും ഗൗരവം കുറച്ചിട്ടല്ല. കാരണം കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് ഞാൻ അഭിമാനിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 2 വളരെ സെക്യുലറായിട്ടുള്ള പാർട്ടികളാണ് ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷവും ഭരണപക്ഷവും എന്നുള്ളതാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്നു എന്നുള്ളതുകൊണ്ട് കേരളത്തിനെ സംബന്ധിച്ചുള്ള ഒരുപാട് കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടുണ്ടെന്നേ. നമ്മൾ ഇന്ന് നിലനിൽക്കുന്ന ഒരു മതേതര സ്വഭാവം ഈ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത് മാറി വരാൻ പോലും ഒരു വർഗീയ പാർട്ടി ഇല്ല എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ പാർട്ടി ഇങ്ങനെ പോയാൽ പോരാ. കുറച്ചുകൂടി ഇപ്പോൾ KPC പ്രസിഡന്റ് ഇവിടെ ഇല്ല, അദ്ദേഹം ആർക്കും ചുമതല മാറിയിട്ടില്ല. പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഹോം ഡിസ്ട്രിക്റ്റിലാണ് ഈ ഇത്തരത്തിൽ മാത്രമായിട്ടുള്ള സമരങ്ങൾ നിൽക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ഒരു സർക്കാരിനെയൊക്കെ ഒരു ടാർഗറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സർക്കാരിൻ്റെ പദ്ധതികളോ അല്ലെങ്കിൽ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധങ്ങളോ അതിനൊരു മുദ്രാവാക്യമൊക്കെ ഉണ്ടാക്കി അതൊരു ക്രമപ്പെടുത്തി ഒരു ചിട്ടയായിട്ടുള്ള സമരങ്ങളിലേക്ക് കോൺഗ്രസ് പോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ VM സുധീരൻ ഉണ്ടാക്കിയിട്ടുള്ള വിപ്ലവം ഉണ്ടല്ലോ, അത് വെറും ഒരു ചായക്കോപ്പയിലുള്ള വിപ്ലവം അല്ല കേട്ടോ. അതിനപ്പുറത്തേക്ക് അതിന് മാനങ്ങൾ കൈവരുന്നുണ്ട്. VM സുധീരനോടൊപ്പം പല പ്രമുഖ നേതാക്കളും ഉണ്ട് എന്നുള്ളതാണ് നമ്മളൊരു ഇൻഫോർമലായിട്ടുള്ള പരിശോധനയിൽ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിലുള്ളൊരു കലാപമായി മാറാതെ കോൺഗ്രസ് അത് പെട്ടെന്ന് തന്നെ തണുപ്പിച്ച്, കാരണം നാളെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. തൃശ്ശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരികയാണ്. 2 ലക്ഷം പേര്, 2 ലക്ഷം സ്ത്രീകളെ സ്ത്രീകളെ ഉൾപ്പെടുത്തി വലിയൊരു റാലി സംഘടിപ്പിക്കുകയാണ്. മാത്രമല്ല മണിപ്പൂരിലെ സംഭവത്തിന്റെ പശ്ചാത്തലം എന്താണെന്ന് തോന്നുന്നു, അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് BJP. അപ്പോൾ വലിയ നിലയിലുള്ള ഒരു സംഘാടനം ഏതായാലും BJP നടത്തുന്നുണ്ട്. ആ നിലയിലുള്ള ഒരു പരിപാടിയൊന്നും കോൺഗ്രസിന്റെ ഭാഗത്തും UDF-ന്റെ ഭാഗത്തും കാണുന്നില്ല. BJPക്ക് മണിപ്പൂരിന് പകരം മറിയച്ചേച്ചിയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വിഷയത്തിൽ പ്രതിഷേധം കലാപാഹവനമോ എന്ന വിഷയത്തിൽ ഞാനിത് 2:30 വരെയും എന്താണ് പാലാരിവട്ടം സ്റ്റേഷനിൽ സംഭവിച്ചത് എന്നുള്ളത് ഉണർന്നിരുന്ന് കണ്ടയാളാണ്. കാരണം എപ്പോൾ വേണമെങ്കിലും സ്റ്റുഡിയോയിലോട്ട് പോകേണ്ടി വരുമോ എന്നൊക്കെ ആദ്യഘട്ടത്തിൽ ഭയന്നിരുന്നെങ്കിലും ഒരു 12 മണിയോടുകൂടി അത് വേണ്ടി വരില്ല എന്ന് ബോധ്യമായി. കാരണം എങ്ങനെയെങ്കിലും ഈ സമരം ഒന്ന് അവസാനിപ്പിച്ചാൽ മതി എന്ന് പോലീസുകാർക്കും പ്രതിഷേധക്കാർക്കും ഏറെക്കുറെ ഒരേപോലെ ആവശ്യമായിരുന്നു. 3 മണിക്ക് ജാമ്യം കിട്ടി. അപ്പം ജാമ്യം കിട്ടിയ അല്ല, അതിനു മുമ്പ് തന്നെ എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിക്കണം എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് ഒടുവിൽ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ഈ കച്ചീട്ട് തിരിച്ചു തരണം, ജാമ്യത്തിൽ തന്നെ ഞങ്ങൾ കൊണ്ടുപോകും എന്ന് തന്നെയാണ്. മറിച്ചാണെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പോവില്ല, സമരം തുടരും, അത് സംസ്ഥാനം ഒട്ടാകെ വ്യാപിപ്പിക്കുമെന്നൊക്കെയായിരുന്നു ആദ്യത്തെ പ്രസ്താവന. പക്ഷേ പിന്നീട് ഈ സമരം ഇങ്ങനെ നീണ്ടുപോകുന്നു, പോലീസുകാർ ചർച്ചയ്ക്ക് വരുന്നില്ല. ഹൈബീഡനും അടുത്തു, DCC പ്രസിഡന്റിനും അടുത്തു, ഇതൊക്കെ നമ്മൾ കണ്ടു. അതിനിടയ്ക്ക് ചില ആളുകൾ ചെറിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, വഴി തടയുന്നു, ബസ്സിലെ യാത്രക്കാരുമായിട്ടുള്ള സംഘർഷം. അപ്പോൾ സംഘർഷം വേണമെങ്കിൽ കൈവിട്ടു പോകാം എന്ന ഘട്ടത്തിലെത്തിയപ്പോൾ നേതാക്കൾ ഇടപെട്ട് തന്നെയാണ് അണികളെ ആശ്വസിപ്പിച്ചത്. യഥാർത്ഥത്തിൽ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള സംഘർഷ സാധ്യത ഉണ്ടെങ്കിൽ നേതാക്കൾ ഇടപെട്ട ആ സംഘർഷ സാധ്യത ഒഴിവാക്കുകയാണ് ചെയ്തത്. പ്രതിഷേധം ആ അർത്ഥത്തിൽ കലാപത്തിനുള്ള ഒരു ആഹ്വാനമൊന്നും ആയിരുന്നില്ല. വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു സമരം തന്നെയായിരുന്നു. അവർ പടിയിൽ തന്നെ കുത്തിയിരുന്നു. അതിലൊക്കെ വളരെ സ്വതന്ത്രമായിട്ടാണ് അവരുടെ പ്രവർത്തകരെ. എനിക്ക് അതിൽ ആരോഗ്യകരമായി ഞാൻ കോൺഗ്രസ് നേതൃത്വത്തെ അഭിനന്ദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതികളെ സ്റ്റേഷനിൽ നിന്ന് മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് ഹാജരാക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട്. അതുവരെ വളരെ ശക്തമായി വിട്ടുതരില്ല എന്ന മുദ്രാവാക്യമൊക്കെ വിളിച്ചു നിൽക്കുമ്പോൾ ആ പ്രവർത്തകരെ പോലീസുകാർ വളരെ സമാധാനപൂർവ്വമാണ് ഈ പ്രതിഷേധിച്ച് നിൽക്കുന്നവരുടെ മുൻപിലൂടെ ഇറക്കിക്കൊണ്ടുപോയി ബസ്സിൽ കയറ്റി അവരെ സമാധാനപൂർവ്വം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ അനുവദിച്ച് ജാമ്യം കിട്ടി എന്നറിയുന്നതോടുകൂടി സമരം അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഈ നവകേരള യാത്ര അവസാനിക്കുമ്പോൾ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതിലൊരു അനഭിലഷണീയമായൊരു ടെൻഡൻസി സർക്കാർ തുടങ്ങി വെച്ചത് അനാവശ്യമായി കേസെടുക്കുക, അനാവശ്യമായ വകുപ്പുകൾ ചുമത്തുക. അത് ആ പോലീസിങ്ങിൻ്റെ തന്നെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്നുണ്ട്. പ്രതിഷേധത്തിനോടുള്ള സർക്കാരിൻ്റെ നിലപാടുകളെക്കുറിച്ചുള്ള വിമർശനം ഉയർത്തുന്നുണ്ട്. അത് ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഷൂ എറിഞ്ഞ ഉടനെ കൊലക്കുറ്റത്തിന് കേസെടുക്കുക, കരിങ്കൊടി കാണിച്ച ആൾക്കാരെ പിടിച്ച് മർദ്ദിക്കുക, അതിനുശേഷം ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച് സമാധാനപരമായി പിരിഞ്ഞു പോകുന്ന പ്രവർത്തകർക്ക് നേരെ കലാപാഹ്വാനത്തിന് കേസെടുക്കുക. അതൊക്കെ നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. അത് ഏതെങ്കിലും തരത്തിൽ നവകേരള സദസ്സ് മുന്നോട്ട് വയ്ക്കുന്ന ഏതെങ്കിലും ഒരു ആശയം ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അതിന് ഘടകവിരുദ്ധമായ ഒന്നായിരിക്കും അത് ആയാണ് തീരുന്നത് എന്നതാണ് എൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് പ്രതിഷേധം കലാപാഹ്വാനമോ എന്ന ചോദ്യത്തിന് തീർച്ചയായും അല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ കലാപാഹ്വാനത്തിൽ കേസെടുക്കുന്ന ഒരു തമാശയായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം ഇപ്പോൾ കുറച്ച് കാലമായിട്ട് 2 തരം സമരങ്ങളാണ് ഇവിടെ കാണുന്നത്. CPM, SFIയും DYFI ഒക്കെ നടത്തുന്ന സമരങ്ങൾ ഗൗരവത്തിലുള്ള സമരം, അത് കരിങ്കൊടി സമരമായാലും നീതിക്ക് വേണ്ടിയുള്ള സമരം.
ഇപ്പുറത്ത് കരിങ്കൊടി കാണിക്കുകയാണെങ്കിൽ അത് മോശം സമരം, കളിയാക്കാനുള്ള സമരം, ഒരു കാര്യമില്ലാത്ത സമരം. അപ്പോൾ ഏത് സമരം ഏത് രൂപത്തിൽ ചെയ്യണമെന്നുള്ളത് ഇവിടുത്തെ സർക്കാർ തീരുമാനിക്കുമെന്നാണോ? സമരങ്ങളെ എങ്ങനെയാണ് ഈ പാർട്ടി കണ്ടിട്ടുള്ളത് എന്ന് 2 ചോദ്യവും വരുന്നുണ്ട്. അപ്പോൾ 2 ഇരട്ട നീതിയാണ് ഈ കാര്യത്തിൽ നടക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ, ഈ പറഞ്ഞതുപോലെ നേരത്തെ ഏരിയ സെക്രട്ടറി അവിടേക്ക് വന്ന ശേഷം വകുപ്പ് മാറ്റിയിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലാണ് പ്രതിഷേധമുണ്ട്. പോലീസ് തിരിച്ചൊരു വേഷം പറയുന്നുണ്ട്. ചാനലുകളിലൂടെ ദൃശ്യങ്ങൾ കണ്ടപ്പോഴാണ് വാഹനത്തിന് മുന്നിലേക്ക് പ്രവർത്തകർ ചാടുന്നത് കണ്ടത്, അപ്പോൾ ഞങ്ങൾ വകുപ്പ് മാറ്റി. കലാപാഹ്വാനം എന്ന് പറയുക എങ്ങനെയാണ്? അല്ല, പ്രവർത്തകർക്ക് നേരെയുള്ളതാണ് ജാമ്യമില്ലാ കുറ്റം. ജാമ്യമില്ല കുറ്റം. അപ്പം ഇതേ രീതിയിൽ തന്നെ ഗവർണർക്കെതിരെ നടന്ന പ്രതിഷേധത്തിലും ദൃശ്യങ്ങൾ ടിവിയിൽ വന്നതാണ്. ആ ദൃശ്യങ്ങൾ എന്താണ് കാണാൻ പറ്റാതിരുന്നത്? അപ്പൊ ചില ദൃശ്യങ്ങൾ കാണും. ഇത് മുഖ്യമന്ത്രിക്ക് ബസ്സിൽ പോകുമ്പോൾ കണ്ടു, ഗവർണർ കാണിച്ചു കൊടുത്തായിരുന്നു DGP-ക്ക്. ഓക്കെ, അത് അങ്ങോട്ട് അയച്ചു കൊടുത്തു. അത് മാത്രമല്ല, ഞാൻ പറയുന്നത് മുഖ്യമന്ത്രി ബസ്സിലിരുന്നിട്ടും മുഖ്യമന്ത്രിക്ക് ചില കാഴ്ചകൾ മാത്രമേ ഉണ്ടായിരുന്നു, ചില കാഴ്ചകൾ കാണുന്നില്ലായിരുന്നു. അത് ഞാൻ കണ്ടിട്ടില്ല. ബസ്സിലുണ്ടായിരുന്ന ചാനലിൽ ഞാൻ അത് കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. ആ ചാനൽ ആയിരിക്കാം. അപ്പൊ അത് മാത്രമേ കാണുന്നുള്ളൂ, തനിക്ക് ഇഷ്ടപ്പെട്ട ദൃശ്യങ്ങളെ കാണുകയുള്ളൂ, തനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ പ്രതികരിക്കുള്ളൂ എന്നുള്ള മുഖ്യമന്ത്രിയുടെ രീതിയാണ്. പക്ഷേ ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്ന രീതിയല്ല. പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിനാകാമായിരിക്കും, മുഖ്യമന്ത്രിക്ക് ചേർന്ന സമീപനമല്ല. അപ്പോൾ സമരങ്ങളോട് CPM എന്ത് സമീപനം എടുക്കുന്നു? മുമ്പ് ഇതേ പാർട്ടി ഭരിക്കുന്ന സമയത്ത് തന്നെ, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണെന്ന് തോന്നുന്നു, പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് കയറിയിട്ട് പോലീസ് സ്റ്റേഷനിൽ വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനുള്ളിൽ ബോംബ് ഞങ്ങൾ നിർമ്മിക്കും എന്ന് വെല്ലുവിളിച്ച നേതാക്കൾ കണ്ണൂരിലുണ്ട്. അപ്പോൾ ആ വെല്ലുവിളി ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ സമരങ്ങളോട് ഈ രൂപത്തിലെടുക്കുന്നത്, സമരങ്ങളോട് മാത്രമല്ല മാധ്യമപ്രവർത്തകരോടും ഏത് രൂപത്തിലാണ്? വനിതാ മാധ്യമപ്രവർത്തകർക്കെതിരെയുള്ള കേസുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ സമീപനമാണ് എടുക്കുന്നത്. പുല്ലിനെ നമ്മൾ കണ്ടതല്ലേ? പോലീസ് ജീപ്പിന്റെ മുന്നിൽ നിന്ന് സംഹാരതാണ്ഡവും ആടുന്ന കക്ഷിയെ കണ്ടതല്ലേ? അപ്പോൾ ഇതിൽ ഏത് രൂപത്തിലാണ് ഈ നിലപാടെടുക്കുന്നതെന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ BJP-യെയും BJP-യുടെ രീതികളെയും ഒക്കെ പരിഹസിക്കുമ്പോൾ അല്ലെങ്കിൽ വിമർശിക്കുമ്പോൾ അതേ രൂപത്തിൽ ഇവിടെ പ്രവർത്തിക്കുകയാണ് ഈ ഇടത് സർക്കാർ. അപ്പോൾ അതിനെ എങ്ങനെ വിശദീകരിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കലാപാഹ്വാനമല്ല ഒരു പ്രതിഷേധിക്കാനുള്ള അവകാശം ഇവിടെ എല്ലാവർക്കും ഉണ്ട്. അവകാശം സംരക്ഷിക്കപ്പെടുക തന്നെ വേണം എന്നതാണ്. എന്തായാലും നവകേരള സദസ്സ് ഇന്ന് യാത്ര അവസാനിച്ചു. 140 മണ്ഡലങ്ങളിൽ രക്ഷാപ്രവർത്തനവും തൽക്കാലം അവസാനിച്ചു. ഇനി പ്രതിഷേധങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് വരാൻ പോകുന്ന ദിവസങ്ങളിൽ. ജനത്തിന് എന്താണ് ഈ 140 മണ്ഡലങ്ങളിലൂടെയുള്ള യാത്രയിൽ നിന്നുള്ള പ്രയോജനം കിട്ടിയത്? 45 ദിവസമാകുമ്പോൾ ഇനി എനിക്ക് തോന്നുന്നത് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ആദ്യത്തെ കാസർഗോഡ് ജില്ലയുടെ തീർച്ചയായിട്ടും നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. 10% അപ്പുറം പോയിട്ടില്ല ഇതുവരെ. 4% മലപ്പുറത്തെ കണക്കെന്നാണ് പറയുന്നത്. നമുക്ക് അതിന് കണക്കുകളുമായി വീണ്ടും ഒരിക്കൽ കൂടി വരാം. മെയിൻ എഡിറ്റേഴ്സ് ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി. വോട്ട് വായിച്ചില്ല. പ്രതിഷേധം കലാപാഹ്വാനമോ എന്ന ചോദ്യത്തിന്റെ വോട്ട് യെസ് എന്ന് 1. ഞാൻ കലാപാഹ്വാനം അല്ല, കലാപാഹ്വാനം അല്ല. ഏതാണ് ഈ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് മെഷീനെ കുറ്റം പറഞ്ഞ കക്ഷിയാ? വോട്ട് ചെയ്യാൻ അറിയാത്തതാണ്. കലാപാഹ്വാനമോ കലാപാഹ്വാനമല്ല അല്ല കലാപാഹ്വാനമാണെന്നാണ് എന്റെ അഭിപ്രായം. എന്റെ അഭിപ്രായം. അവിടെ പോലീസ് സ്റ്റേഷൻ കത്തിക്കെന്ന് പറഞ്ഞാൽ കലാപാഹ്വാനല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചോരച്ചാലുകൾ പറയുന്നത് കലാപാഹ്വാനമാവുമല്ലോ. ഇതൊക്കെ അങ്ങനെയല്ല, നിങ്ങൾ ഇട്ടാൽ ബർമുഡ, ഞങ്ങൾ ഇട്ടാൽ വള്ളിക്കളസം. അതൊക്കെ പിന്നെ തമാശ. ഞാൻ പറയുന്നത് കലാപാഹ്വാനമാണോ എന്ന്. എന്റെ വോട്ട് എനിക്ക് വിടുന്നേ. അല്ല, വോട്ട് വിടാം, പക്ഷെ വോട്ട് ചെയ്തോട്ടെ, പക്ഷെ എന്തിനാണ് ആശങ്കപ്പെട്ടത്? ഞാൻ ആശങ്കപ്പെട്ടില്ല. നിങ്ങൾ കൺഫ്യൂസ് ചെയ്യപ്പോ ഞാൻ ആശങ്കപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. നമുക്ക് കലാപാഹ്വാനമോ എന്ന ചോദ്യത്തിന് കലാപാഹ്വാനമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. ഒരു പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ പോയി പോലീസ് സ്റ്റേഷൻ കത്തിക്കും എന്ന് പറഞ്ഞാൽ പോലീസ് 150 പോലീസ് സ്റ്റേഷൻ കത്തിക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഈ പ്രതിഷേധം കത്തും, അന്ത്യകൂദാശ എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിനെ കൊന്നുവിളിക്കുന്നതാണ്. If someone intentionally provokes another person in a way that may lead to a riot, they can be punished with that may lead to 1 year in jail, a fine, or both if a riot occurs. And if a riot occurs, 6 months in jail. Fine. If a riot occurs leading to riot, 153
ഈ രണ്ടും ഇല്ലല്ലോ എന്ന് വെച്ചാൽ ഈ പറയുന്ന കലാപം ആഹ്വാനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതില്ലല്ലോ. കലാപമില്ലല്ലോ. കലാപം ഇല്ലല്ലോ. കലാപം ഉണ്ടെങ്കിലല്ലേ ആഹ്വാനമുള്ളൂ. ഇല്ല. നിങ്ങളൊരു പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ ചെന്നിട്ട് നിങ്ങൾ ഒരു പോലീസ് സ്റ്റേഷൻ കത്തിക്കുന്നു പറഞ്ഞാൽ പിന്നെ വേറെ ഏത് കേസ് എടുക്കും? കത്തിക്കുന്നു പറഞ്ഞാൽ കത്തിച്ചല്ലേ അതെങ്ങനെയാണ്? അത് കലാപ ആഹ്വാനാണ്. ആരും ആഹ്വാനത്തിന് കലാപമാണ്. കലാപം ഇല്ല. ഇത് കലാപല്ല. സമാധാനത്തോടെ പിരിഞ്ഞുപോയി. റയറ്റിന് വേറെ അവര് വകുപ്പാണ്. സാറി നോക്കൂ, അവര് സമാധാനത്തോട് കൂടി അവിടെ കുത്തിയിരുന്ന് സമരം ചെയ്തതേ പറയുന്നില്ലേ? നിങ്ങൾക്ക് കുത്തിയിരിക്കലായി, സമാധാനമായി, പിന്നെ പാലും വെള്ളമായി. അതവിടെ നിൽക്കട്ടെ. ഇല്ലല്ല, അരുൺ നേരത്തെ പറഞ്ഞ എന്താണ്? കലാപമാണ്, കത്തിയില്ലല്ലോ എന്നല്ലേ? കലാപ ആഹ്വാനമാണിത്. അല്ല, നിങ്ങൾക്ക് റയറ്റിന് വേറെയാണ് നിൽക്കുന്നത്. എങ്ങനെയാണ് സാർ? പിന്നെ ഒരു പോലീസ് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ മുഹമ്മദ് ഷിയാസ് അവിടെ പോലീസ് സ്റ്റേഷൻ കത്തിക്കും പറഞ്ഞാൽ കത്തുവൊന്നുമില്ല എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷെ കത്തിക്കുമെന്ന് പറഞ്ഞാൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വേറെ എന്താ പോകാൻ വഴി? പോലീസിനെ സംബന്ധിച്ച് കേസെടുക്കലാണ് നിവൃത്തി. അതും കലാപമാണ്. കോടിയേരി ബാലകൃഷ്ണൻ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ വെച്ച് പ്രസംഗിച്ചാണ് അന്ന് കോടിയേരി ബാലകൃഷ്ണനെതിരെയൊക്കെ വേറെ വകുപ്പായിരിക്കും, മരുന്നിന് ഏതെങ്കിലും കേസായിരിക്കും. കലാപാഹ്വാനമാണോ എന്ന് ചെറിയ പനിക്കുള്ള ഒരു വകുപ്പ്, പനി പിടിച്ചതിന് കേസ് ഏതെങ്കിലും ആയിരിക്കും. നമുക്ക് ഇക്കാര്യത്തിൽ വിശാല മനസ്ഥിതി വേണം. ഈ കലാപാനത്ത് കേസെടുക്കുന്ന പോലെയാണ് അങ്ങനെ വേണം. നമ്മളെന്തായാലും ആ വിഷയത്തിൽ ഒരു നമ്മുടെ വോട്ടിംഗ് യന്ത്രം കൃത്യമായി പ്രവർത്തിച്ചു. നമ്മുടെ വോട്ടിംഗ് യന്ത്രം കൃത്യമായി പ്രവർത്തിച്ചു എന്നതിന്റെ സൂചനയാണ്. എന്റെ വോട്ടിംഗ് യന്ത്രം ഒട്ടും കൃത്രിമമല്ല. അപ്പൊ ഒരു കാര്യം വോട്ടിംഗ് യന്ത്രം ഒട്ടും കൃത്രിമമല്ല. പക്ഷേ ബിജെപിക്കാർ ഈ രാജ്യത്ത് എന്താണ് ഒരു കൃത്രിമവും എന്റെ വോട്ടിംഗ് മെഷീനിൽ ഞാനില്ല. പക്ഷേ എം വി നികേഷ് കുമാർ ഇപ്പൊ ഇന്ത്യയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ. വോട്ടിംഗ് യന്ത്രത്തിനല്ല പ്രശ്നം, വോട്ടിംഗിനാണ് പ്രശ്നം. വോട്ടിംഗ് യന്ത്രത്തിനെ കുറിച്ച് ഒരു ചർച്ചക്കുണ്ടോ? ഞാൻ ചർച്ചയ്ക്കുണ്ട്. അടുത്ത ദിവസം ഒരു മണിക്കൂർ വെക്കും. എങ്ങനെയാണ് വോട്ടിംഗ് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്ന ദിവസം ഈ രാജ്യത്ത് നടക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച അതായിരിക്കും. അപ്പൊ കേരളത്തിലോ? കേരളത്തിൽ പറ്റില്ല. ഈ നമ്മൾ നിൽക്കുന്നത് കളമശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ. കളമശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ എത്ര വോട്ടിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കുമെന്ന് എന്നെയും അരുണിനെയും കൃത്യമായി ബോധ്യമുള്ള ആളുകളാണ് ഇവിടുത്തെ വോട്ടർമാര്, സാധാരണ വോട്ടർമാര്. അവിടെ ഒന്നും നിങ്ങൾക്ക് പിന്നെ വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം ഉണ്ടാക്കാൻ കഴിയില്ല. അതേസമയം ഉത്തർപ്രദേശിൽ സാധിക്കും. അതേസമയം ഹിന്ദി സ്റ്റേറ്റ് രാജസ്ഥാനെ പറ്റിയില്ലല്ലോ. എന്തേ കഴിഞ്ഞ തവണ രാജസ്ഥാനെ പറ്റിയില്ലല്ലോ? അല്ല, പറ്റണം. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അത് ചെയ്യണം, നിർബന്ധമില്ല. അല്ലാതെ കോൺസ്പിറസി തിയറി അല്ല. നിങ്ങൾ നോക്കിക്കോളൂ, 2024 ലോക്സഭ നിങ്ങൾക്ക് സൗണ്ട് പ്രൂഫ് ഉള്ള എന്ത് കാര്യമായി ഇന്ന് ഈ രാജ്യത്ത് ലഭ്യമാകും? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇലക്ഷൻ കമ്മീഷണർമാരെയും ചീഫ് ഇലക്ഷൻ കമ്മീഷനെയും നിശ്ചയിക്കാനുള്ള ഇലക്ഷൻ പൊളിറ്റിക്കൽ അല്ലാതെ ഇലക്ഷൻ കമ്മീഷണർമാരെയും ഇലക്ഷൻ കമ്മീഷനെയും നിശ്ചയിക്കുന്ന സുപ്രീം കോടതി നിശ്ചയിച്ച ഒരു സമിതിയെ നിങ്ങൾ എന്തിനാണ് പാർലമെന്റിൽ കൊണ്ടുപോയി അമെന്റ് ചെയ്യുന്നത്? ഗവർണറുടെ അവകാശങ്ങൾ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുന്നത് പ്രധാനമന്ത്രി, സ്പീക്കർ, മന്ത്രി എന്നുള്ള നിലയിലേക്ക് അതിനെ കൊണ്ടുവരുന്ന കാര്യം എന്താ? എന്തുകൊണ്ട് നിങ്ങൾക്ക് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അതിലെനിക്ക് തർക്കമില്ല നികേഷ് കുമാർ. പക്ഷേ നമ്മുടെ മുന്നിൽ ആകെ ഒരു ജനാധിപത്യത്തിന്റെ പ്രതീക്ഷ എന്ന വണ്ണം നിൽക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. സംശയങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ സംശയം ആധികാരികമായി അവതരിപ്പിക്കുന്നതിന് അവതരിപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ ഇലക്ഷൻ കമ്മീഷൻ വിളിച്ചു ചേർത്ത യോഗത്തില് എനിക്കിപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കയ്യിൽ ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് പ്രൂവ് ചെയ്യാൻ കഴിയില്ല. വിദഗ്ധരെ കൊണ്ട് പരിശോധിപ്പിക്കണം എന്ന ആവശ്യം അന്ന് ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിച്ചില്ല. കഴിയില്ല എന്നാണ് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ആം ആദ്മി പാർട്ടി ഉയർത്തിയ വിഷയം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ ആം ആദ്മി പാർട്ടി അല്ല ഇത് ആദ്യം ഉന്നയിച്ചത്. പുസ്തകം എഴുതിയത് രണ്ടാമത് ഉന്നയിക്കുന്നു. അതിനുശേഷം ആം ആദ്മി പാർട്ടി ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്നു.
ഇതൊക്കെ നമ്മൾ അല്ല, കണ്ടതാണ്. ആം ആദ്മി പാർട്ടി അല്ലല്ല, ഇതിലേക്ക് വരാം. ആം ആദ്മി വരാം, പാർട്ടി വരാം, ഒന്നും ഒരു ക്രെഡിബിൾ പാർട്ടി ആയിട്ടൊന്നും ഞാൻ BJP കാണുന്നില്ല. ശരി, ശരി, CPM ശരി. മാത്രം. എന്നെ ശരി, 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 സംബന്ധിച്ചിടത്തോളം ആം ആദ്മി CPM പാർട്ടിയെ നമുക്ക് കുറിച്ചുള്ള അഭിപ്രായം BJP-യെക്കാളും മോശം അഭിപ്രായം. ശരി. വേറെ കാര്യം. അപ്പൊ നമുക്ക് എന്റെ ആവശ്യം നമുക്ക് ആ വിഷയം മാത്രമായിട്ട്. നമുക്ക് ആ വിഷയം ചർച്ച ചെയ്യാം. മാത്രമായിട്ട്. ആ വിഷയം മാത്രമേ Facts and ചർച്ച ചെയ്യാം. figures. ആ വിഷയം മാത്രമേ ചർച്ച ചെയ്യാം. പക്ഷേ ഇതിനകത്ത് ആരാ സാങ്കേതിക വിദഗ്ധൻ? പക്ഷേ എന്ത് വിഷയം മാറ്റി- election- നിങ്ങൾ എന്ത് വിഷയം മാറ്റി അല്ലല്ല, നിങ്ങൾക്ക് വോട്ട് കഴിഞ്ഞു. നമുക്കതിന്റെ വോട്ടിംഗ് എന്തെങ്കിലുമൊക്കെ റിസൾട്ടിലേക്ക് വന്നാൽ സംസാരിക്കാൻ. yes എന്ന് 1, no എന്ന് 3. അതെ. Right. അപ്പോൾ നമ്മൾ ഏകദേശം ഒത്തുതീർപ്പിലെത്തിയിരിക്കുന്നു. yes എന്ന് 3, no എന്ന് 1. Meet the editors.